15 മിനിറ്റിലും കുറവ് സമയം കൊണ്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള തായ് ബീഫ് സാലഡ് അതല്ലെങ്കിൽ ചിക്കൻ സാലഡ് അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. റെഡി ഈ പാനിപൂരി നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന സമയത്ത് പാനിപൂരി അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ മസാലകളും അതിൻ്റെ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ വരുമ്പോൾ വെറുതെ ഇങ്ങനെ നടന്നു പോവുകയാണെന്ന് വെച്ചാൽ തിന്നാൻ തോന്നും. അതുപോലെ തിന്നാൻ തോന്നണ ഒരു സാലഡാണ് ഈ തായ് ബീഫ് സാലഡ്. നമ്മളിന്ന് ലോകം മുഴുവൻ ഇങ്ങനെ ഇമിഗ്രൻസ് ആയിട്ട് പരന്നു കിടക്കുന്ന കാരണം തായ് ബീഫ് സാലഡിനെ കുറിച്ച് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ലായിരിക്കും. നിങ്ങൾ പലപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു ഡിഷായിരിക്കും. നല്ല ബീഫ് കട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിന്ന് ചിക്കൻ്റെ ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കൂടുതൽ കഥയില്ല, ഈസി ഡിന്നർ വീഡിയോസിലെ ഒന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ ബീഫ് നമുക്ക് കുക്ക് ചെയ്യാൻ കയറ്റിയിട്ട് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് സിർലോയിൻ സ്റ്റേക്ക് ആണ് എടുത്തിട്ടുള്ളത് ബീഫ് സാലഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ ഐഫിലറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ സാധാ ലോക്കൽ ബുച്ചറിൻ്റെ അടുത്ത് പോയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ തിൻ സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്യുക. അപ്പോഴും കുറച്ച് ചൂവി ആയിരിക്കും. അതല്ല വെച്ചെങ്കിൽ ഒരു ഫുൾ സ്റ്റേക്ക് എടുത്തിട്ട് കുക്കറിൽ വേവിച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിനെ സാലഡാക്കി മാറ്റുക. അതല്ല നല്ല ഏജ് ചെയ്തിട്ടുള്ള ബീഫ് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ സിർലോയിൻ ഇരിക്കുന്നു. സിർലോയിൻ ഞാൻ കോൾഡ് പാനിൽ ഇതിൻ്റെ ഫാറ്റ് റെൻഡർ ചെയ്യാൻ വെക്കണം കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഫാറ്റിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ടി കൊടുത്തേ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഷിനു ഉണ്ട് കേട്ടോ, ഷിബു കണ്ട. ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ ഈ നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ സാധനം ചവച്ച് കിട്ടില്ല, പ്രത്യേകിച്ച് സാലഡിലൊക്കെ. അപ്പോൾ നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഞാനിതിനെ ഒന്ന് സ്ലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. ഞാൻ നല്ല റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ 2 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചതാണ്. നല്ല ബ്യൂട്ടിഫുൾ കളർ നോക്കി, ഇതിൻ്റെ മയോഗ്ലോബിൻ്റെ കളർ കണ്ട. കുറച്ച് നേരം ഇവിടെ വെക്കുകയാണെങ്കിൽ നല്ല റെഡ് കളർ വരും. ഇതേ നമ്മുടെ കോൾഡ് പാൻ, ചൂടുള്ള പാനല്ല കോൾഡ് പാൻ ട്ടാ. കോൾഡ് പാനിലാകുമ്പോൾ നല്ല ഈ ഫാറ്റ് നല്ല സൂപ്പറായിട്ട് പതുക്കെ റെൻഡറായിട്ട് വരും. ഞാനിങ്ങനെ വെക്കുകയാണ്. 1 2 ഞാൻ ഉപ്പും കുരുമുളകും ഒന്നും ഉപ്പ് ഇടുന്നില്ല കേട്ടാ. ഞാൻ ഒരു മീഡിയം ഫയറിലാണ് കേട്ടോ വെക്കണേ. അധികം ഫയർ വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. ഇവിടെ നിന്ന് പതുക്കെ ഇതിൻ്റെ നെയ്യൊക്കെ ഉരുകി വരട്ടെ അങ്ങോട്ട്. അപ്പോൾ ബീഫ് കുക്കാവാനായിട്ട് മാക്സിമം 5 to 6 മിനിറ്റേ വേണ്ടു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ സംഭവം കാണിച്ചു തരാം. സോസ് ഉണ്ടാക്കാനാണ് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുക. ഈ തായ് ചില്ലി സോസ് അതല്ല വെച്ചെങ്കിൽ ഈ തായ് ബീഫ് സാലഡിൻ്റെ സോസ് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. ഇവിടെയൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ ഉണ്ടാക്കി വീട്ടിൽ വെക്കുകയാണ്. ഇത് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തോളം സുഖമായിട്ട് വീട്ടിൽ വെക്കാം. അത് നോക്കിയോട്ടോ, നല്ല സൂപ്പർ സോസാണ്. അപ്പോൾ പിന്നെ ബീഫ് വേവിച്ചാൽ അതിൻ്റെ മുകളിൽ ഈ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമെന്നാണ്. കാണിച്ചു കൊടുത്ത് കൊണ്ടുവന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ചയായിട്ടുള്ള സോസാണ്. നല്ല ടാങ്കിലി, പൊങ്കിളി, സ്വീറ്റ്ലി, സ്പൈസിലി. ഇതേപ്പോൾ ബീഫിൻ്റെ മുകളിൽ നിന്ന് ഓയിൽ ഇങ്ങനെ കിനിഞ്ഞ് വരികയാണ്. അതാണ് സ്ലോ ഫയറിൻ്റെ മുകളിൽ ഇട്ടാലത്തെ ഗുണം. ഇതിൻ്റെ ആ നെയ്യിൻ്റെ ഭാഗം കണ്ടോട്ടാ. ഓക്കെ, കണ്ട ഈ ഷിനുള്ള ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വളയും. അതാണൊരു പ്രോബ്ലം. ഷിനു കളയണം നമ്മളല്ലെങ്കിൽ. പ്രസ് ഇറ്റ് ഡൗൺ. നല്ല തീ കുറവിലോട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഈ തായ് ബീഫ് സാലഡിൽ നമ്മൾ നാവും വയ്ക്കുമ്പോൾ നല്ല മധുരം ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ ഈ പനഞ്ചക്കര ഉപയോഗിച്ചിട്ട് ഉരുക്കിയിട്ടുള്ള ചാറിലാണ് ഈ സോസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചില സമയത്ത് ഈ ചില്ലി വേവിച്ചെടുക്കുന്ന സമയത്ത് ഈ പനഞ്ചക്കര ഇട്ടിട്ട് വേവിക്കും. നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കാം, അല്ലെങ്കിൽ പനഞ്ചക്കര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഉപയോഗിക്കാം. ഇവിടെ നല്ല മനുക്ക ഹണി ഇഷ്ടം പോലെ കിട്ടാണ്ട്. അപ്പം ഞാൻ കുറച്ച് മനുക്ക ഹണിയാണ് കേട്ടോ ബേസ് ആയിട്ട് യൂസ് ചെയ്യണേ. ഇത് 3 കുഞ്ഞ് കഷ്ണം ഇഞ്ചി, നല്ല വെളുത്തുള്ളി മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒരു 3 എണ്ണം. എന്തുകൊണ്ട് കൈ വരയ്ക്കുന്നേ? നമുക്ക് വേണമെങ്കിൽ തായ് ചില്ലി ചേർക്കാം. അതല്ല വെച്ചെങ്കിൽ മൈൽഡ് ചില്ലി കേട്ടോ. ഇത് മൈൽഡ് ചില്ലിയാണ്. തായ് ചില്ലി ഹാൻഡിൽ ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. ഓക്കെ, ഇനി ഒരു ബഞ്ച് കൊറിയാണ്ടർ, റഫ്ലി ചോപ്ഡ് കൊറിയാണ്ടർ. ഓക്കെ, ക്രിസ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ മിൻറ്റ് കിട്ടിയിട്ട് എനിക്കിന്ന്. തായ് മിൻറ്റ്, നമ്മുടെ നാട്ടിലെ മിൻറ്റ്. തായ് മിൻറ്റ് അല്ല, സോറി, നമ്മുടെ നാട്ടിലെ മിൻറ്റ്. മറ്റേത് ഇവിടെ പഠിക്കുന്ന മിൻറ്റിന് നമ്മളെ ഒരു മണം കുറവാണ്. അപ്പോൾ നല്ല മിൻറ്റി ഫ്ലേവറുമാണ് കേട്ടോ മിൻറ്റ്. ഇനി ഇവരുടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനം ഇതാണ്. ഇതിൻ്റെ മെയിൻ ഉമാമി, മെയിൻ മണമൊക്കെ കൊടുക്കണം. എന്താണ്? ഫിഷ് സോസ്. നല്ല മൂത്രത്തിൻ്റെ മണമുള്ള സാധനമാണ് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഫിഷ് സോസിനോടൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നും. വൺസ് ഫിഷ് സോസ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പ്ലീസ് ഇത് കഴിച്ച് പരിചയമുള്ള ഒരു കമൻറ്റ് ബിലോ. ഒരു ലേശം സോയ് സോസ്. അധികം ആൾക്കാരും സോയ് സോസ് ചേർക്കില്ല. ഐ ആം ആഡിങ് ലിറ്റിൽ ബിറ്റ് കേട്ടോ. ഇനി കുറച്ച് എള്ളെണ്ണ. ഇതാണ് ഇതിനൊരു ഗ്ലേസിനെസ്സും ഒരു എള്ളിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൊടുക്കാൻ അടിപൊളിയായിട്ട് കുറച്ച് എള്ളെണ്ണ കേട്ടോ. ഇനി നമ്മളിതിനൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. മിസ്സിംഗ് വൺ തിങ്. വാട്ട് ഈസ് ദാറ്റ്? ലൈം ജ്യൂസ്. ഒരു ലേശം പുളി കൂടിക്കോട്ടെ, കാരണം നമ്മൾ സാലഡിൽ ഫോൾഡ് ചെയ്യണ സമയത്ത് പുളി അഡ്ജസ്റ്റ് ആയിക്കോളും. നമ്മുടെ ഈ ഡ്രസ്സിങ് നല്ല സൂപ്പറായിട്ട് വന്നു. നോക്കിയേ, ടേസ്റ്റ് നോക്കാം.
ചൈനയും കൊറിയയും തായൊക്കെ നമ്മുടെ വായ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടാ. നല്ല അടിപൊളി ഫ്ലേവർ, പ്യൂരിഫുൾ. ഇനി നമുക്ക് നമ്മുടെ ബീഫിനെ റെഡി ആക്കി എടുക്കാട്ടാ. ഒരു ലേശം ഉപ്പ് കുറച്ച് മതിട്ടാ, നമ്മുടെ സാലഡിൽ ഉപ്പുള്ളതാണ്. നോക്കിയേ, നല്ല സൂപ്പർ കളറ്. ഓക്കെ അല്ലേ, ഒരുപാട് വേവിക്കണ്ട കേട്ടാ. സിർലോയിൻ പെട്ടെന്ന് വേവണ സാധനമാണ്, ഭയങ്കര പ്രശ്നമാണ് പെട്ടെന്ന് വേവാൻ. ഇതേ ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിനെ റെസ്റ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 5 to 6 ഇവിടെ റെസ്റ്റ് ആവണം. 6 minutes, 5 to 6 അല്ല, 6 minutes റെസ്റ്റ് ആവണം. ഇതാണ് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഭാര്യമാരനെ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുത്ത് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെന്നെ രക്ഷപ്പെടുത്തും അല്ലേ കൊണ്ടേ. ഈ സെയിം പാനിലേക്ക് ഞാനിനി ചിക്കൻ ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാനിന്ന് തൈസ് പീസ് എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കണ്ട കേട്ടോ, അങ്ങനെ കിടക്കട്ടെ, ഒരു സൈഡ് കാരമലൈസ് ആവട്ടെ. ഒരു ലേശം ഉപ്പ്. ഇതിപ്പോൾ ഏതാണ്ട് 3 minutes കഴിഞ്ഞ് നമുക്കിതിനെ മറക്കാട്ടാ. കണ്ട അരയോളം വെന്തിട്ടുണ്ട്. ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക, മറ്റേ ഭാഗം കൂടി ഒന്ന് വെന്തോട്ടെ. ഇനി അതും അവിടെ കിടന്നിട്ട് ഒരു 3 minutes വേവട്ടെ കേട്ടാ. ഇളക്കണ്ട. ഇതേ നമ്മുടെ ചിക്കൻ റെഡിയായി. ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബീഫ് കൂടെ ശരിയായിട്ടുണ്ട്, ചിക്കനും ശരിയായിട്ടുണ്ട്. ആ കൂടി എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ബീഫ് ഉണ്ടാക്കാനാണെങ്കിൽ മാക്സിമം 10 minutes പോലും എടുക്കില്ല കേട്ടോ. നല്ല സ്റ്റേക്ക് ആണെന്നെങ്കിൽ, ചിക്കൻ ആണെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ 7 minutes. നല്ല തിൻ സ്ലൈസ് ആയിട്ട് ബ്രസ്റ്റ് പീസോ അതല്ലെങ്കിൽ തൈസ് പീസോ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് കുൽസിത പ്രവർത്തനങ്ങളുണ്ട്. ഈ സോസിന്റെ മുകളിലിടുന്ന കുറച്ച് 1-2 ഗാർണിഷ് സാധനങ്ങളുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പുഴുക്കലരി വറുത്തിട്ടുള്ളത്. ഇത് ഈ സാലഡിൻ്റെ ഒപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്രഞ്ചിനെസ്സും, ഇവർ ഈ ചായയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇവർ ഈ അരി ഇടും. നല്ലൊരു ഫ്ലേവറാണ് ഈ അരി വറുത്തതിന്. ഇത്ര മതിട്ടാ, ഒരുപാട് പൊടിയാക്കണ്ട. കണ്ടോണ്ട് ഇനി നമ്മുടെ ചെറുള്ളി ഞാൻ കുനുകുന അരിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഷിലോട്ട്സ് എന്ന് പറയും. ഇത് ബനാന ഷിലോട്ട്സ് ആണ്, കുറച്ച് വലിയതാണിത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടിയാണ് കേട്ടോ. ഒന്ന് ഇടിക്കണം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ സാലഡ് ഉണ്ടാക്കാൻ പോകണ്ട. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ സാലഡാണ്. അതിന് വേണ്ടി നല്ലൊരു ഗ്ലാസ് ബോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഷോ ദം ദ ചിക്കൻ, നൈസ് ചിക്കൻ. ഇനി നമ്മുടെ കുറച്ച് സോസ് കേട്ടോ. എല്ലാ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ആവണ പോലെ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇനി കുറച്ച് ഉള്ളി റെക്കോർഡ് ചെയ്യാൻ കൊള്ളാൻ മറന്നു അത്രേ. ചിരിക്കുക എന്ത്. ഇനി നമ്മുടെ കുറച്ച് അരിപ്പൊടി കേട്ടോ. ഓക്കെ, ക്രഞ്ചി അരിപ്പൊടി. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കേട്ടോ, കുറച്ച് മതിയേ, കാരണം ഓൾറെഡി സ്പൈസിയാണ്. ഇനി ഞാനൊന്ന് ഇതിനെ ഫോൾഡ് ചെയ്യാൻ പോവാണേ. നല്ല മണം, നല്ല ഫ്രഷ് മിൻറ്റിൻ്റെ ഒക്കെ നല്ല ഫ്രാഗ്രൻസ് വരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഓക്കെ, ദാറ്റ് മൈ. ഇനി നമുക്കൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പീസ് എന്ന് പറഞ്ഞാൽ 2 പീസ് ഉണ്ടല്ലോ കൊണ്ടേ. നല്ല ക്രഞ്ചൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പർ സാധനം. ഓക്കെ, ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. സോൾട്ട്. കുറച്ചും കൂടി ഫിഷ് സോസ് ആവാന്നാണ് എനിക്ക് തോന്നണേ. സോ ഒരു തരിയും കൂടെ ഫിഷ് സോസ് നമുക്ക് ഈ സമയത്ത് ഇത് ബാലൻസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സാലഡ് എന്ന് പറയാൻ കുറച്ച് വെജിറ്റബിളും കൂടി ആഡ് ചെയ്യണ്ടേ. ടൊമാറ്റോസ്, കുറച്ച് ഉള്ളി, കുറച്ച് ക്യൂക്കുംബർ, ഇനി നമ്മുടെ തായ് മിൻറ്റ് കുറച്ച് കേട്ടോ, ഫ്രഷ് മിൻറ്റ്. ഇനി കുറച്ച് കൊറിയാണ്ടർ. നല്ല മണം. തരിയും കൂടെ സോസ് ഒഴിക്കണേ നമ്മുടെ ഈ വെജിറ്റബിളിന് വേണ്ടിയിട്ട്. ഓക്കെ, ഡൺ. കുറച്ചും കൂടി ചില്ലി ചേർക്കട്ടോ, നല്ല റെഡ് കളറും ഉണ്ടാവും. ഫോൾഡ്. ഓക്കെ, ഞാനിവിടെ ഒരു ബോൾ എടുക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ഈ സമയത്ത് ക്യാപ്സിക്കം നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ചേർക്കട്ടാ. ഉള്ള വെജിറ്റബിളിനെ വെച്ചിട്ട് ഞാൻ പെട്ടിട്ടാ നിൽക്കണേ. പ്രിങ്ങപ്പന് ക്യുക്കുംബർ വലിയ കുഴപ്പമില്ല, എനിക്ക് ടൊമാറ്റോ കുഴപ്പമില്ല. ക്യുക്കുംബർ എനിക്ക് പണിയാ, കൊറിയാണ്ടർ ലീവ്സും എനിക്ക് പണിയാ. ബട്ട് ഇത് പിന്നെ ഒരു തായ് ബീഫ് സാലഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ഇത് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. കുറച്ച് ഫ്രഷ് കളറിന് വേണ്ടിയിട്ട് 1-2 കൊറിയാണ്ടർ. ഇത് ഇനി നമ്മുടെ അരിയില്ലേ, അരി കുറച്ച് ഗാർണിഷായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ക്രഞ്ചിയും കിട്ടും. നമ്മുടെ കപ്പലണ്ടി ഇവിടെ പൊടിച്ച് വെച്ചിട്ടില്ലേ, ആ കപ്പലണ്ടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സെസമി. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ സാലഡ് ശരിയായിട്ടാ. നല്ല അടിപൊളിയായില്ലേ, നല്ല മണം വരും ചേട്ടാ. ആ പീനട്ട് ഉണ്ണി വന്നപ്പോഴാണ് ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് ബീഫ്. നമ്മുടെ 2 സൂപ്പർ ബീഫ് നോക്കിയേ. ബീഫ് വാവ്. ഞാനിതിൻ്റെ ഷീനുവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാലഡിന് ഈ ഷീനു ഒരു ലേശം പണികളൊരു ഏരിയ, കടിക്കണ സമയത്ത് പണി പാളും. ഓക്കെ, നല്ല റബ്ബറീസാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്.
ഇതിൻ്റെ ഫാറ്റാണ്. ഇത് നമുക്ക് സാലഡിലേക്ക് ചേർക്കാം. പക്ഷേ ഈ ഷിനു ഈസ് എ ഷിബു. ഇത് ഈ സാധനം കണ്ട, ഇത് നമുക്ക് കാലിൻ്റെ ACL കട്ടായി കഴിഞ്ഞാൽ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കാം. അത്ര ടഫ് സാധനമാണ് ഇത്. നോക്കിയേ, ഓ പല്ലിൻ്റെ പോയി. ഇനി നമുക്ക് നമ്മുടെ ബീഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് നടുവെന്ന് കട്ട് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഓഹോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഉള്ള റെഡ് കളർ കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ചോരയെന്ന് പറയൂട്ടാ. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ട് നമുക്ക് സ്ലൈസ് ദിസ് നൗ നൈസ്ലി. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഷീനു കുറച്ചും കളയാൻ പറയുന്നുണ്ട് ഗോൾഡാ. അപ്പം ഞാൻ ഒരു പീസ് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം നാളത്തേക്കുള്ളതാണ്. ഇതേ നല്ല ബ്യൂട്ടിഫുൾ 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 പീസസ് ഗോയിങ് ഇൻ ദിസ്. എൻ്റെ ഫേവറേറ്റ് ബീഫാണ് കേട്ടോ, ചിക്കനൊന്നുമില്ല. ചിക്കനിൽ ലെസ് ഫ്ലേവറേ ഉള്ളൂ. ഇപ്പോഴത്തെ സോസ് ഷിലോട്ട്സ് തവണ വീഡിയോ എടുക്കണ്ട നീ. ആ അരിപ്പൊടി, അരി വറക്കും ആപ്പച്ചട്ടിയിലിട്ടിട്ട്. ചില്ലി ഫ്ലേക്സ്, നേരത്തെ കുറച്ച് ഫിഷ് സോസ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് നാമ്പള, തരിയും കൂടെ ഉപ്പ്. യു ഫോൾഡ് ഫോൾഡ് ഫോൾഡ്. ഒരു പീസ് കഴിച്ചു നോക്കാം. ഓ ചിക്കനേക്കാളും ജീവനുള്ളത് ബീഫിനാണ് കേട്ടോ. ഇനി കുറച്ച് ഉള്ളി, ടൊമാറ്റോസ്, ക്യൂക്കുംബർ, പുതിനല, കൊറിയാണ്ടർ and some chili. Now you fold. Oh wow, beautiful. ഇനി നമ്മൾ വീണ്ടും ഒരു പ്ലേറ്റ് എടുക്കുന്നു. പ്ലേറ്റിലേക്ക് നമ്മുടെ ബീഫ് സാലഡിനെ മാറ്റുന്നു. Oh wow, beautiful. കുറച്ച് അരി വറുത്തത് on the top, some more peanuts, little bit of sesame seeds. Done. ഒരു ലേശം കൂടി പുളി വേണമെങ്കിൽ ഞാനിതിൻ്റെ സൈഡിൽ ഒരു ലെമൺ പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിക്കൻ്റെ മുകളിൽ ബ്യൂട്ടിഫുൾ. ഇത് എപ്പോഴും ഒരു റൈസിൻ്റെ കൂട്ടത്തിലാണ് കഴിക്കുക. റൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫിഷ് സോസും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സോസും കൂടി ഉണ്ടാവും. അതിനും ഈ പറഞ്ഞ പോലെ ചെറിയൊരു മൂത്രമണമുണ്ട്. അതും നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എപ്പോൾ ഒരു തായ് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു വിയറ്റ്നാമി റെസ്റ്റോറൻറ്റിലോ എന്ന് കഴിഞ്ഞാൽ അത് ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കട്ടെ. കുറച്ച് ഒരു ക്യൂക്കുംബറും ഒരു ബീഫും പിന്നെ ഒരു ടൊമാറ്റോയൊക്കെ എടുത്തിട്ട് റെഡി ചെയ്യാം. ഓക്കെ, നല്ല ക്രഞ്ചി ഉണ്ടാവും നമുക്ക്. വായലുണ്ട് ഫ്രഷ്നെസ് ഇങ്ങനെ പൊട്ടി വിടുകയാണ് കേട്ടോ. സിർലോയും വായൽ അലിഞ്ഞ പോണേ. പിന്നെ അത് ചിക്കൻ ടേൺ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കനൊക്കെ ആയിട്ട് പിടി പിടിക്കട്ടെ. എനിക്ക് ചിക്കനേക്കാൾ ഇഷ്ടപ്പെട്ടത് ബീഫാണേ. ബീഫിന് ഇനി നമുക്ക് ചോറ് കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം, ഒരു സുഷി പോലെ. നൗ ഒരു ബീഫ് ഓൺ ടോപ്പ്, ക്യൂക്കുംബർ ഓൺ ടോപ്പ്, സ്മോൾ പീസ് ഓഫ് ടൊമാറ്റോസ്. ഓ അതിൻ്റെ മുകളിൽ ടെക്സ്ചറൊക്കെ നോക്കിയേ. ഇനി ഒരു സ്മോൾ സില്ലി. ഓക്കെ, ഞാനൊരു ബിറ്റ് ഓഫ് എ ലൈം ജ്യൂസ് സ്ക്യൂസ് ചെയ്യാൻ പോവാണ്. വാവ്, look at that, right? Hey, ayyo, look at that. Look at that, right? Hey, ayyo, look at that, gone. Sorry, that's all right, happens. ഇതിന് ഇങ്ങനെ വെച്ച് കളിക്കുന്നതിന് എന്താ പറയുക ഇവിടെ? മറ്റേ അങ്ങനെ ആൾക്കാർ ബാലൻസ് ചെയ്യില്ലേ? ആ ബിഗ് മൗത്ത്. എൻ്റെ വായിൽ ഇത് കൊള്ളണവോ? കുരങ്ങടന്നു കുറച്ചധികമായി പോയിട്ടോ വായിൽ. ചുമ നമ്മൾ കാണുന്ന പോലെ ചേട്ടാ, അതിലുണ്ട്. ജസ്റ്റ് ഈറ്റ് ചിക്കൻ ഓൺലി ഫസ്റ്റ്. നന്ദി ചിക്കൻ കഴിച്ചോ. എരി മറ്റേ മുളക് പൊടിക്കുമ്പോഴാണ് സോസ്. ഫിഷ് സോസിന്റെ ഫ്ലേവർ അല്ലേ? എന്തൊരു മാറ്റിയിരിക്കുന്നത്? ഏത് മാറ്റി? ആ കിട്ടിയ ഞാൻ വെച്ച് നെയ്യ് എടുത്തിട്ട് മാറ്റുന്ന പരിപാടി ഉണ്ട്. അതായിരിക്കും നെയ്യില്ല. അത് ഞാൻ നോക്കിയേ. How is the beef? നിനക്ക് ഇഷ്ടപ്പെട്ടെ? എനിക്ക് ചിക്കനാണ് ഇഷ്ടപ്പെട്ടെ. ആണോ? നിനക്ക് ചിക്കൻ ഇഷ്ടപ്പെട്ടെ? ഇവർക്ക് ചിക്കൻ ആളാ. അപ്പം മസ്റ്റ് ട്രൈ ട്ടാ തായ് ബീഫ് സാലഡ്.
ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ആൻജോവിയൊക്കെ വറുത്തിടാം ഫോർ മോർ ഉമാമി മോർ ക്രഞ്ചി. ഓക്കെ, ഈസി ടു കുക്ക്. കപ്പിൾ ഓഫ് സ്റ്റേക്സ് പീസ് ഉണ്ട് വെച്ചെങ്കിൽ ഇല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചിട്ടുള്ള ബീഫിനെ സ്ലൈസ് ചെയ്തിട്ട് അതിൽ ഈ സോസ് ഉണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഈസി 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിന്നറുകളായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ. Wait, I didn't like this. So first I did this, and then I was ശരിക്കും like, നല്ല wait, I'll do this. ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് I like കഴിക്കുമ്പോൾ. the എനിക്ക് പക്ഷേ ചിക്കൻ I ഇഷ്ടമില്ല. was gonna say computer, but it was ചിക്കൻ കൊണ്ടോ ഫ്ലേവർ ചിക്കൻ ഇഷ്ടപ്പെട്ട എനിക്ക് chicken ഇഷ്ടം. മോനെ പൈസ ഉള്ളോട്ട് ക്യൂക്കുമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പച്ച പപ്പായല്ലേ, പച്ച പപ്പായ കട്ട് ചെയ്തിട്ട് ചേർക്കട്ടെ, നല്ല ടേസ്റ്റ്. ഞങ്ങൾ ഒരു തവണ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ സാലഡിൽ പച്ച പപ്പായ വെട്ടിയിട്ടിരുന്നത് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ സെയിം കഴിഞ്ഞ സാധനം ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ടു തായ് പപ്പായ സാലഡ് എന്ന് പറഞ്ഞു. അവരുടെ ഗ്രീൻ പപ്പായ സാലഡ് എന്ന് പറഞ്ഞിട്ട് തായി ഒരു സാധനം ഉണ്ട്.